എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ടൈം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത്. 2000-ൽ ഞാൻ ദുബായി പോയപ്പോൾ എൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട ബോസായ സോഹൻ റോയ് സാറാണ് എന്നെ ഈ ടൈം മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് പഠിപ്പിച്ചത്. വർഷങ്ങൾക്കിപ്പുറം ഞാനത് ബ്രെയിൻ മാനേജ്മെൻറ്റ് എന്നാണ് പറയുക. കാരണം നമ്മളൊരു ഒരു ദിവസം 24 അവേഴ്സ് എനിക്കും ഈ പറയുന്ന വാരൻ ബുഫറ്റിനും അല്ലെങ്കിൽ യൂസഫ് അലി സാറിനൊക്കെ 24 മണിക്കൂർ തന്നെയേ ഉള്ളൂ. പക്ഷേ എങ്ങനെയാണ് അവർ എഫക്റ്റീവായിട്ട് ഇത് മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് ഇതിനെ 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് എ എന്ന് പറയാം, ഒന്ന് ബി എന്ന് പറയാം. ഈ എ കാറ്റഗറിയിൽ നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, നമുക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സക്സസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യാം. രണ്ടാമത്തെ ബി കാറ്റഗറിയിൽ നമുക്ക് ഇത്ര ഇമ്പോർട്ടൻസ് അല്ലാത്ത, നമുക്കിപ്പോൾ ഇൻ്റർനെറ്റ് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണം, ഒരു ഫ്രണ്ട്സിനെ കാണണം, അങ്ങനെ അത്ര ഇമ്പോർട്ടൻസ് അല്ലാത്ത കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യാം. പക്ഷേ എ കാറ്റഗറി അന്ന് തീർത്തിരിക്കണം, വിതൗട്ട് എനി എക്സ്ക്യൂസസ്. അങ്ങനെയാണ് എനിക്കൊരു ട്രെയിനിങ് തന്നിരുന്നത്. ഈ എ കാറ്റഗറി തീരുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്നറിയോ, നമുക്ക് ആവശ്യമുള്ള, നമുക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എൻഡോർഫിനാണ് ബ്രെയിനിൽ പമ്പ് ചെയ്യുക. എൻഡോർഫിൻ ഹാപ്പി ഹോർമോണാണ്. നമ്മൾ ഹാപ്പി ആവും, നമ്മൾ മോട്ടിവേറ്റഡ് ആവും. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനമാണ് ശരിക്കും കിട്ടുക. അതിൻ്റെ മറ്റൊരു വശം നോക്കി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവും, സക്സസ് ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും സ്കെഡ്യൂൾ ചെയ്യുമ്പോൾ ബ്രെയിൻ മാനേജ്മെൻറ്റ് ലെവലിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ കാറ്റഗറി എയിൽ ഇടുക. അത് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ തീർത്തിരിക്കണം. അവിടെയാണ് നമ്മൾ സക്സസ് ഉണ്ടാക്കുക. അപ്പോൾ ഇനി ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് ബ്രെയിൻ മാനേജ്മെൻറ്റ് പറയുന്നതായിരിക്കും കറക്റ്റ്. നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം.